ഞാനിന്ന് വന്നിരിക്കുന്നത് രണ്ട് മൂന്ന് ചെറിയ വിഷയം പറഞ്ഞിട്ട് പോകാനാണ്. അത് നമുക്ക് ജീവിതത്തിൽ പല പല വിഷയങ്ങളും പ്രയാസങ്ങളും നേരിടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവയിൽ നിന്നും മുക്തി അല്ലെങ്കിൽ മോചനം നേടാൻ വേണ്ടി എന്ത് വിഷയം നിങ്ങൾക്കുണ്ടായാലും ഒരൊറ്റ മെഡിസിൻ കൊണ്ട് നിങ്ങളെ ഉദ്ദേശങ്ങൾ സഫലീകരിക്കും. ചിലപ്പോൾ ചിലർക്ക് സഫലീകരിച്ചില്ല എന്നും വരാം. എന്നാൽ 50% ജനങ്ങൾക്കും സഫലീകരിക്കും ഈ മരുന്ന് കഴിച്ചാൽ. എന്താണ് ആ മരുന്നെന്നല്ലേ? നിങ്ങൾ 12,500 വർഷം മുമ്പ് ഈ ലോകത്ത് വന്ന ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു മതമേ ഉള്ളൂ ലോകത്ത് 12,500 വർഷങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുള്ളത്. ആ മതമാണ് ഇസ്ലാം. ഇസ്ലാം മതം ഇന്ന് ചില സമൂഹങ്ങൾ പറയുന്നത് അത് മുഹമ്മദ് നബി സ്ഥാപിച്ചതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം 1501 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച മുഹമ്മദ് നബി 1450 വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്നൊരു പുതിയ മതമാണ് ഇസ്ലാം എന്നാണ് ഇപ്പോൾ പുതിയൊരു പുത്തൻ ആചാരം ഉണ്ടല്ലോ, നബിദിനം എന്ന ആചാരങ്ങളിൽ മന്ത്രിമാരും MLA-മാരും MP-മാരും പറയുന്നത് അങ്ങനെ ഞാൻ പലയിടത്തും കേട്ടു. വളരെ വളരെ തങ്ങന്മാരെന്ന് സ്വയം പറയുന്ന തങ്ങന്മാർ, വലിയ വലിയ ആത്മീയ ഗാഹമുള്ള പണ്ഡിതന്മാർ, ഇവരൊക്കെ സ്റ്റേജിലിരിക്കുമ്പോഴാണ് പറയുന്നത് അറേബ്യയിലെ 6-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ AD 571 ജനിച്ച 71-ാം ആണ്ട് ജനിച്ച ദിവസം തിങ്കളാഴ്ചയാണ്. ഏത് തീയതിയാണെന്ന് ആർക്കും ഇതുവരെ അറിഞ്ഞിട്ടില്ല. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ എൻ്റെ ജനനം തിങ്കളാഴ്ചയാണ്, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ദിവസം നോമ്പെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നോമ്പെടുത്തില്ലെന്ന് പറഞ്ഞ് നബിയെ ഇഷ്ടപ്പെടില്ല എന്ന് ആരും വിചാരിക്കുകയും ചെയ്യരുത്. അപ്പോൾ നാം പറഞ്ഞു വന്ന വിഷയം 12,500 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം മതം, അള്ളാഹുവിൽ നിന്നുള്ളത് ഇസ്ലാം മതം മാത്രമാണ്. ആ ഇസ്ലാം മതത്തിൽ നിന്നുള്ള ഒരു ടാബ്ലറ്റ്സ് ആണ് അല്ലെങ്കിൽ ഒരു മെഡിസിനാണ് അസ്തഗ്ഫിറുല്ലാഹ് അദീം. അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞിരുന്നാലും മതി, അസ്തഗ്ഫിറുല്ലാഹിൽ അദീം വേണമെന്നില്ല. ഇപ്പം നിങ്ങൾക്ക് എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും, ഇപ്പം കുട്ടികളെ കിട്ടുന്നില്ല, വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി കുട്ടികളെ കിട്ടാതെ വരുമ്പോൾ നമ്മളിങ്ങനെ പലയിടത്തും ഓടാൻ തുടങ്ങും. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ഒരു ദിവസം 200 പ്രാവശ്യം കുറഞ്ഞത് ഈശ്വരനിൽ വിശ്വസിച്ചുകൊണ്ട്, അത് ഏത് മനുഷ്യരും ആകാം, മുസ്ലിം മതത്തിൽപ്പെട്ട ഇസ്ലാം മതത്തിൽപ്പെട്ടവരാകാം, ജൈനനാകാം, ബൗദ്ധനാകാം, മതമില്ലാത്ത ഹിന്ദുക്കൾക്കാകാം, മതമുള്ള ക്രിസ്ത്യാനികൾക്കാകാം, ബുദ്ധമതക്കാരാകാം, പാഴ്സിയാകാം. അപ്പം ഇവരിൽപ്പെട്ട ആർക്കാരും എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും നിങ്ങൾക്ക് സമ്പത്ത്, നിങ്ങൾക്ക് ജീവിതങ്ങൾ ഉയർത്തുന്നതിന് വേണ്ടി, ദാരിദ്ര്യമുക്തമാകുന്നതിന് വേണ്ടി, പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും ഏറ്റവും നല്ല മരുന്നാണ് അസ്തഗ്ഫിറുല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ദിവസം 200 പ്രാവശ്യമെങ്കിലും ഒരു മനുഷ്യൻ ഈശ്വര വിശ്വാസത്തിലോടുകൂടി പറയുകയാണെങ്കിൽ അവൻ്റെ ഏത് ബുദ്ധിമുട്ടുകളും, ഇപ്പം ജോലി ലഭിക്കുന്നില്ല, പല തടസ്സങ്ങളുമുണ്ട്, ഇവയെല്ലാം മാറിക്കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ഈ മെഡിസിൻ കഴിച്ചാൽ മതി, അസ്തഗ്ഫിറുല്ലാഹ് എന്ന. പക്ഷേ 200 പ്രാവശ്യം കഴിക്കണം ഡെയിലി. അതും വിശ്വാസത്തോടു കൂടി തന്നെ കഴിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഉദ്ദേശം സഫലീകരിച്ച് കിട്ടൂ. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും വീണ്ടും ഈശ്വര കൃപ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥന കൊണ്ട്